വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനങ്ങൾക്ക് ഒരു ആമമുട്ടയാണ് നമ്മുടെ ധനകാര്യമന്ത്രി നൽകിയത്. കേരളത്തിലുള്ള എൻ്റെ BJP സുഹൃത്തുക്കൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് ഇനി എന്തു പറയും എന്നാണ് എൻ്റെ ആശങ്ക. കേരളത്തിന് വലിയ പ്രതീക്ഷ നൽകിയ കേരള ബഡ്ജറ്റിനെ ഒരു തരത്തിലും ന്യായീകരിക്കാതെ തിരസ്കരിക്കുന്ന രീതിയിലായിപ്പോയി നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എയിംസ് വരും, ഒരു ഡയലോഗും കൂടെ പറഞ്ഞിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് BJP സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞ, പക്ഷെ അതൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ ഒരു സാധാരണ സിനിമാക്കാരൻ്റെ ഡയലോഗിലേക്ക് മാത്രം അധപ്പതിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയിൽ ഉണ്ടായിരുന്ന ആ ചെറിയ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് അയാളുടെ ഓരോ ദിവസത്തെ നിലപാടുകളും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം രാജീവ് ചന്ദ്രശേഖരനായ പോലും കേരളത്തിലെ NDA ഭരണം ആയിരുന്നെങ്കിൽ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചേനെന്ന്. അപ്പോൾ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണോ കേന്ദ്ര ബഡ്ജറ്റിൽ ഇടം നേടാൻ സാധിക്കത്തുള്ളൂ? കേരളത്തിനോടുള്ള അവഗണന അത് കേരള ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത രീതിയിൽ നമ്മളെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. കേരളത്തിനുള്ള അവഗണന കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി സ്ഥാപിച്ചാൽ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ. പക്ഷേ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ, കൈരളി വ്യത്യസ്തമാണെന്ന് പറയാം, മാധ്യമങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മുഖം അത് കേരളത്തോട് കേന്ദ്ര സമീപനം സാധാരണയാണ് എന്നാണ്. എന്നാൽ 200% റിവേർട്ടായ ഒരു സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്ന് സ്ഥാപിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ മുന്നിട്ട് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ ആരോഗ്യ മേഖലയിലൊക്കെ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എയിംസ് എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ തഴയുക മാത്രമല്ല, എന്താ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പോലും ഒരു പദ്ധതി പോലും ഉണ്ടായില്ല എന്ന് പറയുന്നതല്ലേ സത്യം? എയിംസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ചിരി വരികയാണ്. എയിംസ് ഒരു വർഷങ്ങളായി കേൾക്കുന്നു, കേരളം സ്ഥലം എടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്നലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കേട്ടു, എന്ത് സ്ഥലം, എവിടെ സ്ഥലം, നിങ്ങൾ തന്ന കാര്യങ്ങൾ ചെയ്തോ എന്ന് കേട്ടു. എന്തായാലും നമ്മുടെ നാടിനെക്കുറിച്ച് മറന്നുകൊണ്ട് ചിന്തിക്കുന്നവരെ കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.